കോഴിക്കോട് പന്തീരാങ്കാവിൽ ടിപ്പർ ലോറി ദേഹത്ത് കയറി ഇറങ്ങി ഇതര ഭാഷാ തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശിയാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണ ജോലിയിലുള്ള ലോറിയാണ് അപകടമുണ്ടാക്കിയത്. ദിസ്നയുടെ വിവരങ്ങളുമായി. ദിസ്ന, എപ്പോഴായിരുന്നു അപകടം ഉണ്ടായത്? ഈ ടിപ്പർ ലോറികളുടെ ചീറിപ്പായുന്ന രീതി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ കൊച്ചിയിൽ സമാനമായ രീതിയിൽ തന്നെ ഒരു ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു. രജനി, ഇന്ന് രാവിലെയാണ് ഈ അതിദാരുണമായ അപകടം ഉണ്ടാവുന്നത്. ഇദ്ദേഹം മേൽപ്പാലത്തിന്റെ പണിക്കായി വന്നതായിരുന്നു. മണ്ണിറക്കുന്ന വണ്ടി ഉറങ്ങിക്കിടന്ന മരിച്ച സനികേഷ് കുമാറിന്റെ ദേഹത്ത് കയറി ഇറങ്ങുകയായിരുന്നു. 20 വയസ്സുകാരനാണ്. ഇദ്ദേഹം ഒറ്റയ്ക്ക് ഉറങ്ങിക്കിടന്നിരുന്നതാണ്. ലോറി പിന്നോട്ട് എടുക്കുമ്പോൾ ബാക്കിൽ ആളുള്ളതായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് ഡ്രൈവർ പറയുന്നത്. ഈ സമയത്ത് ഇദ്ദേഹം ഉറങ്ങുകയായിരുന്നു. ഈ ഉറങ്ങുന്ന സമയത്താണ് ഈ ലോറി ഇദ്ദേഹത്തിന്റെ ദേഹത്ത് കൂടി കയറി ഇറങ്ങുന്നത്. ഉടൻ തന്നെ മരിക്കുകയായിരുന്നു. മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. KL 10 90 20 എന്ന ലോറിയാണ് ഇദ്ദേഹത്തിന്റെ ദേഹത്ത് കയറി ഇറങ്ങിയത്. പ്രധാനമായും പറയുന്നത് ഡ്രൈവറുടെ വിശദീകരണം എന്ന് പറയുന്നത് പുറകിൽ ആൾ ഉറങ്ങി കിടക്കുന്നതായി കണ്ടിരുന്നില്ല. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മേൽപ്പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുവാനാണ് പണിക്കായാണ് ഇദ്ദേഹം നാട്ടിലേക്ക് എത്തിയത്. 20 വയസ്സുകാരനാണ് മരിച്ച സനീഷ് കുമാർ ലോറി പിന്നോട്ട് എടുക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. കോഴിക്കോട് പന്തീരാങ്കാവിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. രജനി, ടിപ്പർ ലോറി അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. സംസ്ഥാനത്ത് കോഴിക്കോട് പന്തീരാങ്കാവിലാണ് ടിപ്പർ ലോറി ദേഹത്ത് കയറി ഇറങ്ങി വിവിധ ഭാഷാ തൊഴിലാളി മരിച്ചത്. വിവരങ്ങളായിരുന്നു ദിസ്ന പങ്കുവച്ചത്.